ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. ഹൈദരാബാദ് അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരു 100 കിലോമീറ്റർ അപ്പുറത്തുള്ള മാറി നിൽക്കാൻ നമുക്ക് നോക്കാം. കാര്യം ഇവിടുന്ന് ഹൈദരാബാദ് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, 600-നകത്തേ ഉള്ളൂ. അപ്പം നോക്കാം. ഇപ്പം മണി 5 മണിയായി കാണും. 5 മണിയായി ഇപ്പം. ഓക്കെ, ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദാണ്. ഇപ്പോൾ 40935 ആണ് നമ്മുടെ ട്രിപ്പ്. ഓഡോ ട്രിപ്പിൽ കാണിക്കുന്ന 703 ആണ്. നമുക്ക് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി 0 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എവിടെയെങ്കിലും ചായ കുടിക്കുന്നത്. ഇതൊരു പ്രത്യേക ഫീലാണ് ഗായ്സ്, അതിരാവിലെ എഴിച്ച് റൈഡ് ചെയ്യുക എന്നുള്ളത്. ഒരു ചെറിയൊരു തണുപ്പും, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള റോഡ് വല്ലാത്തൊരു ഫീലാണ്. പിന്നെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഹൈവേയിൽ അതാണ് മാസ്, സൂപ്പറാണ്. ഹൈദരാബാദ് സ്ട്രേറ്റ്, യേ. ഹൈദരാബാദ് വേറെ 522 കിലോമീറ്റർ. റോഡിൻ്റെ ഒരു ലുക്ക് നോക്ക് ഗൈസ്, എൻ്റെ പൊന്നെ, പൊളി, കട്ട ഫീല്. ഇങ്ങനെ തന്നെയാണ്, ഫുള്ള് നല്ല സ്ട്രെയിറ്റ് വഴിയാണ്. വേറെ ഒന്നും എടുക്കാനില്ല, ഇങ്ങനെ ഹൈവേ തന്നെയാണ് മുഴുവൻ. ഇങ്ങനെ പല ടെറൈൻസ് അപ്പുറം ഇപ്പുറം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. റോഡ് പക്ഷേ ഇതുപോലെ ആയിരിക്കും. ആയിപ്പൊളിയാണ്. ബാംഗ്ലൂരിൽ തിരിച്ചിട്ട് 70 കിലോമീറ്റർ ആയതേ ഉള്ളൂ. കടകളൊന്നും അങ്ങനെ തുറന്നു തുടങ്ങിയില്ല. 7 മണിയായി, ആരംഭത്തിലുണ്ട്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു കട കാണുമായിരിക്കും. നമ്മളിപ്പോൾ 154 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്ന്. ഹൈദരാബാദ് റൂട്ടാണ്. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ ഹോട്ടൽസ് ഒന്നും കണ്ടില്ല, ഉണ്ടായിരുന്നെല്ലാം അടച്ചാണ്. പിന്നെ റോഡ് സൈഡിൽ ചെറിയ ചെറിയ കടകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെന്തോ അവിടെ നിർത്താൻ തോന്നിയില്ല, അങ്ങനെ വിട്ടു പോന്നു. പിന്നെ ഇപ്പോൾ കാട്ടയ്ക്ക് വിശക്കണം. പിന്നെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റുണ്ട്, അത് ഇവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ ഹൈവേയിൽ ഇങ്ങനെ നിൽക്കാൻ. കുറച്ച് നിൽക്കാം. സൂപ്പർ. ബോൺവിറ്റ ഗൈസ്, ഇത് കിയയുടെ പ്ലാന്റാണ്. ഇവിടെയാണ് വണ്ടിയൊക്കെ മാനുഫാക്ചർ ചെയ്തത്. എൻ്റെ പൊന്നെ, ഒരു എയർപോർട്ട് കെട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ്. അത് അവിടെ നിന്ന് തുടങ്ങി അപ്പോൾ കണ്ടോ, അങ്ങ് അറ്റം വരെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പോഴൊക്കെ തീരുമെന്ന്. അങ്ങനെ വണ്ടി ഓടിച്ച് ഇപ്പോഴും തീരുന്നതേ ഇല്ല. അങ്ങനെ അങ്ങോട്ട് നിർത്തിയത്. അതൊക്കെ കണ്ട കീടിലും അങ്ങ് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ഇത്രയും വലിയ സെറ്റപ്പാണ് മാറി. സൂപ്പർ, അടിപൊളി. ഈ പ്രദേശം മുഴുവനും ഉണ്ടെന്ന് തോന്നുന്നു. പണി കിട്ടുമോ എന്നൊരു ഡൗട്ട്. പെട്രോളില്ല, കണ്ടില്ലേ ബ്ലിങ്ക് ചെയ്യുന്നത്. ഈ എല്ലാ പമ്പ് റൈറ്റ് സൈഡിലായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ ഒറ്റ പമ്പ് കണ്ടില്ല. ഒത്തിരി സമയമായി, ഞാനതുകൊണ്ട് വിട്ട് പോന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു കട്ടയേ ഉള്ളൂ, അത് ബ്ലിങ്ക് ചെയ്യാനും തുടങ്ങി. പക്ഷേ ലെഫ്റ്റോ റൈറ്റ് ആയാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും പമ്പ് കിട്ടിയാൽ മതി. നോക്കിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഹോട്ടലും, ഇത്ര നേരം അതും ഇല്ലായിരുന്നു. അടിപൊളി. അപ്പോൾ ഫുഡിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഫ്യൂവലാണ്. ആദ്യം ഫ്യൂവൽ അടിച്ചിട്ട് പിന്നെ നോക്കാം ഫുഡൊക്കെ. ഓക്കെ, ഇവിടെയൊക്കെ അടിക്കുമെന്ന് തോന്നുന്നു. ലുക്ക് കണ്ടിട്ടെ
വർക്ക് ചെയ്യുമായിരിക്കും. ഉണ്ട്. രക്ഷപ്പെട്ട്. ഇനി സമാധാനമായിട്ട് പോയിട്ട് വല്ലയിടത്തുനിന്ന് പോയി എന്തെങ്കിലും കഴിക്കാം. ആദ്യം വണ്ടിക്കുള്ളത് കൊടുക്കണം. 212 കിലോമീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്തു. സമയം 9 മണി. നിയർ മിസ്സായിരുന്നു. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. 3 കട്ടയാകുമ്പോൾ തന്നെ എപ്പോഴും അടിക്കാൻ നോക്കണം. ഞാൻ എപ്പോഴും അങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ റൈറ്റ് സൈഡിലായിരുന്നു എല്ലാ പമ്പും, ലെഫ്റ്റ് സൈഡിലൊന്നും കാണാത്തതുകൊണ്ടാണ്. 3 കട്ടയായി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് പമ്പെങ്കിലും അങ്ങോട്ട് പോയി അടിക്കണം. ഇവിടെ ഒരു ധാബ കണ്ടു ഗായ്സ്. ഇവിടെ എന്തായാലും ഇഡലിയൊന്നും കിട്ടൂല. ഞാൻ നോക്കി നടന്ന ടൈപ്പ്. ഇനി ധാബകളെ കാണും. അയ്യോ, എന്ത് സുഖം എണീറ്റുന്നപ്പം. 9:47 274 കിലോമീറ്ററാണ് നമ്മൾ റൈഡ് ചെയ്തത് രാവിലെ. ഓക്കെ, ഇനിയുള്ള ഫുഡ് അടിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്. പൊളി സ്ഥലം, ഡ്രൈ സ്ഥലം. സൂപ്പർ ബൈക്കിനൊക്കെ പൊളിക്കാൻ പറ്റിയ സ്ഥലം. ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ട്. ബ്ലാഡറിനകത്ത് വെള്ളം നിറച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് നനക്കാണ് നല്ല വെള്ളം കിട്ടി. ഇത് ജിഷയുടെ ബ്ലാഡറാണ്. എൻ്റെ ബ്ലാഡറിന് 3 ലിറ്റർ കപ്പാസിറ്റി ആയിരുന്നു. ഇത് 2 ലിറ്റർ അതിനകത്ത് കയറുള്ളൂ. അത് വലിയൊരു അടിയായിപ്പോയി. വെള്ളം തികയത്തില്ല. ഇവിടെ ഇപ്പം ഇനി മുതൽ പറാട്ട മാത്രമേ കിട്ടത്തുള്ളൂ. നല്ല ചൂട് സാധനം. Stop. Where are you going? Himachal. Now I am going to Nagpur. Nagpur? On bike? Bike. Pulsar? Pulsar. ഫ്രണ്ട്സ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല ആൾക്കാർ. ഇവിടെയുള്ള എല്ലാവർക്കും കീടിലുമായിട്ട് ഇംഗ്ലീഷ് അറിയാം. എൻ്റെ അടുത്തൊക്കെ ഏറ്റവും കീടിലുമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു. അതായത് നല്ല ആക്സെൻറ്റിൽ. ഞെട്ടിപ്പോയി. സപ്ലൈ വെയിറ്റർമാർക്കും ചായ അടിക്കുന്ന ചേട്ടനും എല്ലാവരും മാരക ഇംഗ്ലീഷും ഹിന്ദിയും അറിയാം. അടിപൊളി. അത് വെറും ഇംഗ്ലീഷ് അല്ല ബ്രോ, മറ്റേ നല്ല നല്ല ആക്സെൻറ്റ്. ഇവരെ കൈൽട്ടീസ് എഴുതി കഴിഞ്ഞാൽ ചുമ്മാ പാസ്സാവും, ഉറപ്പാണ്. എങ്ങനെയാണോ എന്തോ സംസാരിച്ചായിരിക്കും വരുന്ന ആൾക്കാരോടെല്ലാം സംസാരിച്ച്. അടിപൊളി. അപ്പം ശരി, ഇവിടെ നിന്ന് ഇറങ്ങാം. കുറച്ച് സമയം കൂടുതൽ ചിലവഴിച്ചു. കത്തി വെച്ചിരുന്നു. 10:30 10:33 മുമ്പോ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, വെള്ളവും നിറച്ചു, എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോഴൊന്നും നിർത്തണ്ട, ഇനി പൊളിച്ചങ്ങ് പോവാം. പറ്റുമെങ്കിൽ ഹൈദരാബാദ് വിട്ടിട്ട് എവിടെയെങ്കിലും സ്റ്റേ അടിക്കാം. നാഗ്പൂർ ടച്ച് ചെയ്യാൻ പറ്റിയാൽ അടിപൊളി, ട്രൈ ചെയ്യാം. നാഗ്പൂർ എത്തിയാൽ അടിപൊളി, ഇല്ലെങ്കിൽ ഹൈദരാബാദ് നാഗ്പൂരിനിടയിൽ എവിടെയെങ്കിലും സ്റ്റേ അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്. നൈസ്. കേസ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഒരിക്കലും നമ്മൾ റൈഡിൻ്റെ ഇടയിൽ മദ്യപിക്കരുത്. മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവും. അടുത്ത ദിവസത്തെ റൈഡ് കുളമാവും. അത്രയും വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ റൈഡ് മാക്സിമം നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. 5 മണിക്കോ 5 മണിക്ക് ഓക്കെയാണ്. 5 മണി ഓക്കെയാണ്.
4:30 എണീക്കണമെന്ന് പറയുന്നില്ല, 5:30 എണീറ്റാലും മതി. 5:30 സോറി, 3:30 എണീക്കണം. എന്നാലും ലഗേജ് എല്ലാം കൂടി സെറ്റ് ചെയ്ത് നമുക്ക് 5 മണിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ലഗേജ് എല്ലാം വണ്ടിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ. വണ്ടിയിൽ തന്നെ ലഗേജ് വെച്ചിട്ട് റൂമിൽ പോയി കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ലഗേജ് നോർമലി എല്ലായിടത്തും നമ്മൾ എടുത്ത് റൂമിൽ വെക്കും. അത് തിരിച്ചെടുത്ത് കണക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് 3:30 എണീറ്റ് 5 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് കണക്ക്. അല്ലാതെ അവസാനം പക്ഷെ നമ്മൾ ഓഫീസിൽ പോകുന്നതല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ റൈഡ് മാക്സിമം 6 മണിയാകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്ത് എവിടെയെങ്കിലും കയറി പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ കിടക്കാനുള്ള മനസ്സ് സെറ്റാക്കിയിട്ട് വേണം ഇറങ്ങാൻ. അല്ലാതെ നമ്മൾ ത്രൂ ഔട്ട് നൈറ്റ് റൈഡ് ചെയ്യരുത്. നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താനൊന്നുമില്ല. നമുക്ക് സ്ഥലം കാണണം, ഓരോ സ്ഥലങ്ങളിൽ പോയി ബൈക്കിൽ പോകണം, അങ്ങനെയൊക്കെയല്ലേ. അല്ലാതെ രാത്രി ബൈക്ക് റൈഡ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. എത്ര നല്ല റോഡാണെങ്കിലും പട്ടിയൊക്കെ റോഡിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങൾ വന്ന് നിൽക്കും, പശുവൊക്കെ. അതിലാൾക്കാരാണെങ്കിലും കൂടുതൽ ചാടാം. ഉറങ്ങി ഓടിക്കുന്ന ലോറി ഡ്രൈവർമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഭയങ്കര റിസ്ക്കാണ് രാത്രിയുള്ള ഹൈവേ റൈഡ്. ഉറങ്ങാനും ചെയ്യുകയും ചെയ്യരുത്. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ദിവസത്തെ റൈഡാണെങ്കിൽ കുഴപ്പം, ഓക്കെ. ഇപ്പോൾ തിരിച്ച് ട്രിവാൻഡ്രം പോകുന്ന സമയത്താണെങ്കിൽ എനിക്ക് ബാംഗ്ലൂർ ട്രിവാൻഡ്രം നൈറ്റ് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് കിടന്നിട്ട് പിന്നെ പട്ടി ഉറക്കമായിരിക്കും. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ള വെച്ചാൽ അല്ലാതെ ഇങ്ങനെ വലിയൊരു യാത്രയുടെ ഇടയ്ക്ക് ഒരിക്കലും നമ്മൾ രാത്രി ഇങ്ങനെ റൈഡ് ചെയ്യരുത്. അതുപോലെ ഫുഡ് സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഗ്യാസ് കയറ്റരുത്. എനിക്കൊരു പണി കിട്ടി ഇന്നലെ. ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ. രാത്രി ചെന്നിട്ടെല്ലാം കഴിക്കാൻ വിചാരിച്ച് കഴിച്ചില്ല. ഞാൻ പിന്നെ വെറുതെ അവിടെ കത്തി വെച്ചിരുന്ന് സമയം പോയി. അവസാനം ഞാൻ സ്വിഗ്ഗി ഓർഡർ ചെയ്യേണ്ടി വന്നു. സ്വിഗ്ഗിയിൽ ഞാൻ ഇഡലി ഓർഡർ ചെയ്ത്. പക്ഷെ വന്നപ്പോഴേക്ക് എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. ഒന്ന് വാളൊക്കെ വെച്ച് ഗ്യാസൊക്കെ ഒന്ന് പോയി. ഞാൻ നേരെ കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് രാത്രി ഫുഡ് കഴിച്ചില്ല. ഇപ്പോഴാണ് പിന്നെ ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. പിന്നെ വെള്ളവും തീർന്നു പോയി. അതുകൊണ്ട് എപ്പോഴും നമ്മളത് ബാക്കപ്പായിട്ട് കരുതുക. എനിക്കൊരു അബദ്ധം പറ്റിയതാണത്. ഞാൻ വിചാരിച്ച ഹോട്ടലിൽ ഈ വെള്ളമൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതൊരു ഓയോയുടെ റൂമാണെങ്കിലും ഒരു പൂറ റൂമായിപ്പോയി. ഒന്നും ഇല്ലായിരുന്നു അവിടെ. അങ്ങനെ തേഞ്ഞു പോയതാണ്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഫ്രഷ് ടാറ്, നല്ല കറുത്ത് കിടക്കുന്നത്. വെറുതെ ഇരുന്ന് ഓടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. അത്രയ്ക്ക് നല്ലതാണ് റോഡാണ്. ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒറ്റയ്ക്കാണെന്നുള്ള ഫീലില്ല. ഇഷ്ടം പോലെ തുമ്പിയൊക്കെ വന്ന് ഹെൽമെറ്റ് ഇടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ അന്തകനാണ് ഞാനിപ്പോൾ. വെൽക്കം ടു തെലങ്കാന. ഫോട്ടോ എടുത്തോളാം. ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? 417 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. 3 കട്ടയായി. ആ പമ്പിൽ നിന്ന് ഫ്യൂൽ അടിക്കാം, എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇപ്പോൾ 12:28 ആയിട്ടുള്ളത്. പെട്രോൾ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ പോവാം ഗൈസ്. നമുക്ക് ഈ ടോയ്ലറ്റിൽ പോകാനൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വളരെ അങ്ങ് അറ്റം പറ്റി വേറെ ഒരു രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ റോഡ് സൈഡിൽ പോകാവൂ. ഓക്കെ, ഇവിടെയുള്ള എല്ലാവരും റോഡിലാണ് പോണത്. പക്ഷെ ഞാൻ പറയുകയാണ്, അങ്ങനെ പോകരുത്. നിയറസ്റ്റ് ഫ്യൂൾ സ്റ്റേഷനിൽ എത്തുക. അവിടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇതെല്ലാം സാധിക്കാം. ഇവിടെ നിന്ന് ഫ്യൂൽ അടിച്ചാലും ഇല്ലേലും. ഓക്കെ, എമർജൻസി സിറ്റുവേഷനിൽ പിന്നെ നമുക്ക് എവിടെ ആണെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം 12:52. നമുക്കിനി ഇവിടെ നിന്ന് തിരിക്കാം. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. ഇനി ഇവിടെ ഇരുന്നാ ഉറങ്ങിപ്പോവും. നല്ല കാറ്റ്, പുറത്ത് നല്ല ചൂടാണ്. ഈ മരത്തിൻ്റെ താഴെ ഇരുന്നുകൊണ്ടായിരിക്കും. നല്ല സുഖമായിരുന്നു. നല്ല കാറ്റും നല്ല ഈ വെയിലത്തും ഇച്ചിരി തണുപ്പ്. റോഡിൽ ഭയങ്കര ചൂട് കേട്ടോ. എൻ്റെ ഈ ഹെൽമെറ്റിൽ ഡബിൾ വൈസറാണ്, സൺ വൈസർ അല്ലാതെ ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ അല്ല, അതിവിടെ എങ്ങനെയാണ് കണ്ടില്ലേ? ഇതില്ലായിരുന്നെങ്കിൽ ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് അകത്ത് വയ്ക്കാം. പക്ഷെ അതിനേക്കാളും കൺവീനിയൻറ്റ് ഇതാണ് കേട്ടോ.
പറയാതിരിക്കാൻ പറ്റില്ല. ഈ വൈസർ ഞാനിത് മാറ്റുമ്പോഴാണ് ഇത്രയും വെയിൽ വെളിയിലുണ്ടെന്ന് ഞാൻ അറിയുന്നത്. ഫുൾ പ്രൊട്ടക്ഷൻ അല്ലേ, അത് ഇത്രയും കവർ ചെയ്തിരിക്കും, കണ്ടില്ലേ ഉണ്ടോ, ഇത്രയും കവർ ചെയ്തിരിക്കും. പിന്നെ ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. ഇത്രയും ശക്കലൊക്കെ ഞാൻ തുറന്ന് വെച്ചേക്കും, കാറ്റ് കയറുന്നതിനുണ്ട്, കുറച്ച് നല്ല രീതിയിൽ കാറ്റ് കയറുന്നതിനുണ്ട്. വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഫുൾ അടച്ചു വയ്ക്കാൻ കണ്ടില്ല. അപ്പം ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഞാൻ ഇഷ്ടപ്പെട്ടു സാധനം. ഞാൻ പണ്ട് സ്ഥിരം മറ്റേ ഗ്ലാസ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗ്ലാസ്സും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഹെൽമെറ്റ് ഊരുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം ഗ്ലാസ് ആദ്യം ഊരി മാറ്റണം. അത് ഭയങ്കര മെനക്കേടായിരുന്നു. ചിലപ്പം കറക്റ്റ് നമ്മുടെ ചെവിയുടെ സൈഡിൽ ഇരിക്കില്ല. പിന്നെ ഇതിനകത്ത് ഈ ഹെൽമെറ്റിലാണെങ്കിലേ ചെവിയുടെ സൈഡിൽ ഒരു ഗ്യാപ്പ് തന്നിട്ടുണ്ട്, ഗ്ലാസ് സ്ഥിരമായിട്ട് വെക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇത് അല്പം വെയിറ്റ് കൂടുതലാണ് എന്ന് വിചാരിച്ച് ഭയങ്കര ഇങ്ങനെ തേഞ്ഞു എന്ന് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ തേഞ്ഞില്ല, അധികം വെയിറ്റ് റൈഡിൽ തോന്നണില്ല. ഇപ്പം ഈ അതിനകത്തുള്ള ഈ ഫോമൊക്കെ ഉണ്ടല്ലോ, ആ പാക്കിങ്, അതൊക്കെ ഇപ്പോഴാണ് സെറ്റായത്. നേരത്തെ ഭയങ്കര ടൈറ്റായിരുന്നു, ഓവർ ടൈറ്റായിരുന്നു. അതിപ്പോൾ സെറ്റായി. ഇപ്പോൾ എൻ്റെ ഫേസിൻ്റെ ആ ഒരു ഫേഷ്യൽ മസിൽസിൻ്റെ ആ ഒരു ഇതിനായിട്ട് അത് സിങ്കായി. ഇപ്പോൾ ഭയങ്കര സുഖമുണ്ട്, കറക്റ്റ് ഫിറ്റാണ്, ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഹൈദരാബാദ് പിടിക്കാം. ഹൈദരാബാദ് 200 കിലോമീറ്റർ ആകത്തതേ ഉള്ളൂ. പറ്റിയാൽ അത് മാറി ദൂരെ എവിടെയെങ്കിലും പോകുന്നത്. 12:55 ഫുഡ് കഴിക്കാനൊന്നും ഇപ്പം വിശക്കണില്ല. കാപ്പി കുറച്ചെടുത്തിട്ട് കുടിച്ച് അപ്പം എവിടെന്നെങ്കിലും കഴിക്കണം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ. അപ്പം നോക്കാം എങ്ങോട്ട് പോകണമെന്നുള്ളത്. ഓക്കെ, നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ കാണണം. അവർക്ക് പെറ്റിയടിക്കാൻ വേണ്ടി കൈകൾ ധരിക്കുകയായിരിക്കും. ഇവിടെ എല്ലാം എങ്ങനെയാണ്, ആൾക്കാരെല്ലാം വലിയ ട്രക്കുകളുടെ ബാക്കിലും ഓട്ടോറിക്ഷകളുടെ ബാക്കിലൊക്കെ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കയറി പോകണതാണ്. ഇവിടുത്തെ റോഡുകൾ അടിപൊളിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ സിറ്റികളിലെ റോഡൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. ഹൈവേ അല്ലേ, നമ്മൾ ഹൈവേ അല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ. നമുക്ക് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെടിയിരിക്കുന്ന എന്ത് ഭംഗിയല്ലേ, ഡിവൈഡറിൻ്റെ മുകളിൽ. ഇതിന് വേറെ ഒരു കാര്യമുണ്ട് ഇത് വെച്ചിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്ന വണ്ടി രാത്രി റൈഡ് ചെയ്യുന്ന സമയത്ത് ഹൈ ബീം ഒക്കെ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നത് നമുക്ക് അടിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ വളർത്തുന്നത്, അല്ലാതെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാം ബ്രൈറ്റ് അടിക്കും. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, കണ്ടില്ലേ, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റേ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മളായാലും ബ്രൈറ്റ് ഇട്ടേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഓപ്പോസിറ്റ് ഡ്രൈവർക്ക് ഡിസ്റ്റർബൻസ് ആവും, ആക്സിഡൻറ്റ് ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ്. ഉടുപ്പി ടിഫിൻസ് ഇവിടെ ഒന്നും വല്ലതും കഴിക്കാം. 508 കിലോമീറ്ററായി. ഇനി വെറും 10-60 കിലോമീറ്ററേ ഉള്ളൂ ഹൈദരാബാദ് എത്താൻ. പക്ഷെ നമുക്ക് ഹൈദരാബാദ് കഴിഞ്ഞ് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പം 2 മണി ആയതേ ഉള്ളൂ. എവിടെ പാർക്ക് ചെയ്യും? ഇങ്ങോട്ട് എത്താം, കിടന്നത്തിറക്കാം. അത്ര നല്ല ഹോട്ടൽ അല്ലായിരുന്നു. അതായത് ഫുഡൊക്കെ കൊള്ളാം, പക്ഷേ ഭയങ്കര പിശുക്കന്മാർ. കുടിക്കാൻ വെള്ളം തരില്ല, വെള്ളം സെപ്പറേറ്റ് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, വെളിയിറങ്ങി തട്ടുകടയിൽ നിന്ന് ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ജ്യൂസ് കുടിച്ച്. പക്ഷെ ഒരു പുലിയുടെ മടയിലാണ് കൂടി തല വെച്ച് കത്തി 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 എന്ന് വെച്ച. ചുമ്മാ രാഷ്ട്രീയം പറയണം. അയ്യോ, നമുക്കാണെങ്കിൽ ഒരു പിടിയില്ലാത്ത കാര്യം. മന്ത്രി വന്നതാ, ഇവിടെ നിന്ന് സിഗരറ്റ് വലിച്ചെന്നാ, എന്തൊക്കെയോ. അയ്യോ, ഓരോരോ ടൈപ്പ് ആൾക്കാർ. 508 കിലോമീറ്ററായി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോലീസുകാരൊക്കെ ചറിഞ്ഞിട്ട് പോകണമല്ലോ. ഇനി ഇവിടെ നിന്ന്
60 കിലോമീറ്റർ എന്തേ ഉള്ളൂ ഹൈദരാബാദ്. അങ്ങനെ ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഹൈദരാബാദ്. ഇനി ഇവിടെ നമ്മൾ നാഗ്പൂരിലേക്ക് പോവാം. ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിലേക്കുള്ള റൂട്ടാണിത്. ഹൈദരാബാദ് സിറ്റിക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വഴികളുണ്ടായിരുന്നു, ടോളൊക്കെ ഉണ്ട്. ഇത് സ്ട്രൈറ്റ് നാഗ്പൂർ. ഇപ്പോഴും സിറ്റി വിട്ടിട്ടില്ല, സിറ്റിക്കകത്താണ്. സിറ്റിക്കകത്ത് കയറിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് സമയം എടുക്കും ഇവിടെ നിന്ന് ഊരി പോരാൻ, ബ്ലോക്കൊക്കെയാണ്. ഈ സമയം ആയതുകൊണ്ട് കൊള്ളാം. 3:18 5 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും തിരക്ക് ഇവിടെ. ഈ റോഡൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ബാംഗ്ലൂർ സിറ്റിക്കകത്ത് പെട്ടതുപോലെ ഇരിക്കുമായിരിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോൾ സിറ്റി ടച്ച് ചെയ്താണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ആ സിറ്റി പെട്ടെന്ന് നമ്മൾ ക്രോസ് ചെയ്യണം. അതായത് നേരത്തെ ഇറക്കണം. ഓഫീസ് ടൈമിന് സിറ്റിക്കകത്ത് വന്ന് പെടരുത്. പെട്ടാൽ തീർന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആ ഉദ്ദേശിച്ച സമയത്തെത്തൂല. നമ്മൾ പ്ലാൻ ചെയ്യണം അതുപോലെ. ഇതിപ്പോൾ ഒരു 200 കിലോമീറ്റർ കൂടി ക്രോസ് ചെയ്യാൻ പറ്റിയ നാളത്തേക്കുള്ള ജേണി കുറച്ചുകൂടി സ്മൂത്താവും. ഗൈസ്, ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് നമുക്ക് നാഗ്പൂർ പോകണമെങ്കിൽ അത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ ഒരു രീതിയിലുള്ള ബോർഡും വെച്ചിട്ടില്ല. കണ്ടില്ലേ? അവിടെ ഈ ബോർഡിൽ നമുക്ക് കയറിപ്പോകേണ്ടത് ഇതാണ് PV നരസിംഹറാവു എക്സ്പ്രസ് വേ. പക്ഷേ ഇവിടെ നാഗ്പൂർ എന്നുള്ള ബോർഡില്ല. എല്ലാവരും താഴോട്ട് പോകും. താഴോട്ട് പോയി കഴിഞ്ഞാൽ നേരെ സിറ്റിക്കകത്ത് കയറും. എപ്പോഴും നമ്മളിങ്ങനെ എക്സ്പ്രസ് വേ ഉണ്ടെങ്കിൽ അതിൽ കൂടെ തന്നെ കയറി പോകണം. പക്ഷെ ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ പറ്റില്ല, കൺഫ്യൂഷൻ ഉണ്ടാവും. ഓ സൂപ്പർ, അടിപൊളി. നമുക്ക് ചെടിച്ചട്ടിയൊക്കെ വെച്ചേക്കുന്നത് നൈസ്. ഗൈസ്, നമ്മളിപ്പോഴും ഹൈദരാബാദ് സിറ്റിയിൽ തന്നെയാണ്. ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ഹൈദരാബാദ് കയറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇതില്ലേ എക്സ്പ്രസ് വേ, അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മാപ്പ് ഓൺ ചെയ്തോണം. മാപ്പില്ലാതെ കയറേ ചെയ്യരുത്. അത് നേരെ വഴി ചെന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിയിലോട്ടാണ്. പിന്നെ അവിടെ നിന്ന് മൊത്തം കൺഫ്യൂഷനാണ്. ഞാൻ കുറച്ചേരം മാപ്പിടാതെ ഞാൻ ഓടിച്ച് കുറച്ച് പണി കിട്ടി, കറങ്ങിത്തിരിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോൾ കറക്റ്റ് ഹൈവേ പിടിച്ചിട്ടുണ്ട്. കുറച്ച് സമയം വേസ്റ്റായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ കാണിച്ച അബദ്ധം കാണിക്കരുത്. ഓർത്ത് വയ്ക്കുക, ഹൈദരാബാദിന് ആ സിറ്റിക്കകത്തേക്ക് കയറുമ്പോൾ ഒത്തിരി കൺഫ്യൂസിങ് ആയിട്ട് വഴികളുണ്ട്. അതുകൊണ്ട് മാപ്പ് ഓൺ ചെയ്തിടുക. എന്നിട്ട് മാപ്പിനെ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഉണ്ടാ നാഗ്പൂർ ബോർഡൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ. സിറ്റിക്കകത്ത് ആടത്ത് ചോദിച്ചാൽ നാഗ്പൂർ എന്നൊരു സാധനമേ അറിഞ്ഞൂടാ. അതാണ് വേറൊരു കോമഡി. ഓട്ടോ ഡ്രൈവർമാർക്കൊന്നും അറിഞ്ഞൂടാ. പോലീസുകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് മാത്രം അറിയാം. പക്ഷേ അവർ 2 ഡയറക്ഷനൊക്കെ പറഞ്ഞു തരും. ഒരാൾ പറഞ്ഞ് വലത്തോട്ടെന്ന്, ഒരാൾ പറഞ്ഞ് ഇടത്തോട്ടെന്ന്. അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അത് 2 വഴിയുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ അതിൽ ഏതോ ഒരു വഴി മുട്ട ഏണിയാണ്. അപ്പോൾ മാപ്പിനെ വിശ്വസിച്ച് പോവുകയാണ് നമുക്ക് പറ്റിയ കാര്യം. ഇനി 1 മണിക്കൂർ കൂടി റൈഡ് ചെയ്തിട്ട് ഇപ്പോൾ 4:47 1 മണിക്കൂർ കൂടി റൈഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റേ അടിക്കാം. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റുമെന്ന് തോന്നണില്ല. ഇപ്പം 590 കിലോമീറ്റർ ആണ്. 700 കിലോമീറ്റർ ഒന്ന് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. നോക്കാം. 158 കിലോമീറ്ററായി ഗൈസ്. 3 കട്ടയായി. ഇവിടെ നടിച്ചേക്കാം. 5:46. അയ്യോ, 658 കിലോമീറ്ററായി. നോക്കാം. ഇപ്പോൾ നമ്മൾ 699 കിലോമീറ്റർ എത്തി. സ്റ്റേ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഹൈദരാബാദിൽ നിന്നും ഒരു 117 കിലോമീറ്റർ ഉള്ളിലേക്ക് ഞാൻ വന്നു. ഹൈവേയിൽ നിന്നും ഒരു 3 കിലോമീറ്റർ അകത്തേക്ക് ഒരു ഗ്രാമത്തിലേക്ക് കയറി. ഇത് ഏത് സ്ഥലമാണെന്നൊന്നും അറിയില്ല. എന്തായാലും 699 കിലോമീറ്റർ കവർ ചെയ്തു. 700 ആക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ 699.3 സംതിങ് ആയിപ്പോയി. അതിനൊരു റൂം കിട്ടി.
ഓക്കെ, ഇനി നാളെ രാവിലെ എണീറ്റ് നാഗ്പൂരിലേക്ക് പോകണം. നാഗ്പൂർ ഇവിടെ നിന്ന് വളരെ അടുത്താണ്, 400 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. പക്ഷേ അപ്പം നാഗ്പൂർ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ഇവിടെ നിർത്താം. അപ്പം ഇതാ ലഗേജ് എൻ്റെ അടുത്ത് ഇവിടെ കൊണ്ട് വെച്ച്. രണ്ടാമത്തെ നിലയിലാണ്. രണ്ടാമത്തെ നിലയാണ്ട് ചുമന്ന് ഒരു പണ്ടാരം തുടങ്ങി. താഴെ ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പീസ്.